ഞാൻ ഈ കാലിക്കറ്റ് എത്തിയപ്പോഴേ പ്രധാനമായി നേരിടുന്ന പ്രോബ്ലം എന്താണെന്ന് പറയട്ടെ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഈ നിൽക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്റെ ഓഫീസ് വരുന്നത്. സോ അവിടെ എനിക്ക് എത്താൻ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ കൂടുതലാണ് നടക്കേണ്ടത്. ഒരു ഓവർപാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു, കാരണം ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി. ഇത് ഞാൻ അവിടെ എടുത്തു പറയാൻ കാരണം തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ ആണ് വരുന്നത്. നോർമലി ആളുകൾക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഇപ്പറഞ്ഞ മാതിരി 1 കിലോമീറ്റർ അങ്ങനെ കവർ ചെയ്ത് നടക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരെ ഓഫീസിലെത്തിയതും പിന്നെ വർക്കിനായിരുന്നു. ഈവനിങ് ആയപ്പോൾ ചെറിയൊരു ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ, കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ ഒരു കൂട്ടത്തിലും പാട്ട് പാടാത്ത ഞാൻ ഇവിടെ പാട്ട് പാടി. പിന്നെ ബാക്കിയുള്ളവർക്കും വേറെ കുറെ ടാസ്ക് ആയിരുന്നു കിട്ടിയത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു, കാരണം എല്ലാവർക്കും എല്ലാവരെയും അറിയാൻ പറ്റും. അങ്ങനെ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ ബസ് കയറി ഹൈലൈറ്റിന്റെ അവിടുന്ന്. ഏകദേശം 6:30 ആകുമ്പോഴാണ് ഞാൻ ഹൈലൈറ്റിന്റെ അവിടുന്ന് ബസ് കയറിയത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു 8 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് എടുത്ത ടൈം ഏകദേശം 1.5 മണിക്കൂർ, കട്ട ബ്ലോക്ക്. അങ്ങനെ ആ ബ്ലോക്കും താണ്ടി റെയിൽവേ സ്റ്റേഷൻ എത്തി കഴിഞ്ഞപ്പോഴാണെങ്കിൽ കയറാൻ ഉദ്ദേശിച്ച ട്രെയിൻ ആണെങ്കിൽ പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ നമ്മൾ നേരെ അടുത്ത ബസ് കയറി നേരെ വിട്ട് KSRTC സ്റ്റാൻഡിലേക്ക്. അങ്ങനെ അവിടെ പോയിട്ട് തൃശ്ശൂർക്കുള്ള ഒരു ബസ്സും കയറി നേരെ നാട്ടിലേക്ക്. അപ്പം എന്തായാലും ഇനി അടുത്ത സ്റ്റോറിയിൽ കാണാം. വീഡിയോ ഇഷ്ടം ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.